ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായത്. ഇനി ഇന്ത്യ സ്വന്തമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കും. ഭാരതത്തിന് മുഴുവനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു സ്വപ്നം പൂവണിയുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ പുതിയ കുതിച്ചുചാട്ടത്തിന് തുടക്കം വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം യാത്രാ വിമാനം HAL റഷ്യ പങ്കാളിത്തം ഒരു യുഗപ്പിറവി. നിങ്ങൾ ആദ്യമായിട്ടാണ് KMS യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അഭിമാനകരമായ വിവരം മറ്റ് ഇന്ത്യൻ സുഹൃത്തുക്കളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ ശക്തി. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു ചരിത്രപരമായ നിമിഷമാണ് ഇത്. ആകാശം കീഴടക്കി പറക്കുന്ന വിമാനങ്ങളിൽ മേഡ് ഇൻ USA എന്നോ മേഡ് ഇൻ ഫ്രാൻസ് എന്നോ എഴുതിയിരിക്കുന്ന കാലം മാറാൻ പോകുന്നു. ഇനി ആകാശത്ത് മുഴങ്ങാൻ പോകുന്നത് മേഡ് ഇൻ ഇന്ത്യയുടെ ഗർജനമാണ്. ഇനി ലോക വിപണിയിൽ അമേരിക്കയുടെ ബോയിങ്ങിനും യൂറോപ്പിന്റെ എയർബസിനും ശക്തമായ വെല്ലുവിളിയുമായി ഇന്ത്യൻ നിർമ്മിത SJ100 പറന്നുയരും. നമ്മുടെ ആകാശത്തിന്റെ നിയന്ത്രണം ഇനി നമ്മുടെ കൈകളിലാണ്. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇനി ഇന്ത്യ സ്വന്തമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കും. ഭാരതത്തിന് മുഴുവൻ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു സ്വപ്നം പൂവണിയുകയാണ്. HAL UAC കൂട്ടുകെട്ട് ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ ആകാശ കൂട്ടായ്മ. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായ റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ചേർന്നൊരു മഹത്തായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇതൊരു കേവലമായ കരാറല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അചഞ്ചലമായ സൗഹൃദത്തിന്റെ പുതിയൊരു വിമാനയാത്രയാണ്. ഈ വാർത്ത കേട്ടിട്ട് അമേരിക്കയും യൂറോപ്പും ചൈനയും പാകിസ്ഥാനും ഒരേപോലെ ഞെട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, 1960കളിലെ ശീതയുദ്ധകാലത്ത് ലോകം രണ്ടായി പിരിഞ്ഞപ്പോഴും ഇന്ത്യ സുഹൃത്തായി തിരഞ്ഞെടുത്തത് റഷ്യയെയാണ്. MiG-21 ജെറ്റുകൾ, സുഖോയ് 30 MKI, ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ എന്നിവയെല്ലാം ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ വിജയമാണ്. ഇപ്പോൾ ഇതേ കൂട്ടുകെട്ട് വീണ്ടും ഒരു ചരിത്രം കുറിക്കാൻ പോകുകയാണ്. ഈ തവണ അത് സിവിൽ ഏവിയേഷൻ രംഗത്താണ്. ഇന്ത്യ ഇനി യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ആദ്യമായി യാത്രാ വിമാനങ്ങളും നിർമ്മിക്കാൻ പോകുന്നു. എന്താണ് SJ100? ഇതൊരു ഗെയിം ചേഞ്ചർ ആകുന്നത് എങ്ങനെയാണ്? പുതിയ യാത്രാ വിമാനത്തിന്റെ പേരാണ് സുഖോയ് സൂപ്പർജെറ്റ് 100. ഈ നിർമ്മാണത്തിനായി HALഉം റഷ്യയുടെ UACയും ധാരണാപത്രം MOU ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇത് വെറുമൊരു ഒപ്പുവെക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത വ്യോമനയത്തിന് അടിത്തറയിടുന്ന രേഖയാണ്. SJ100 സുഖോയ് സൂപ്പർജെറ്റ് 100 ഒരു ആധുനിക ഇരട്ട എഞ്ചിൻ നാരോ ബോഡി യാത്രാ വിമാനമാണ്. ഇതിന് ഏകദേശം 98 യാത്രക്കാരെ വഹിക്കാൻ കഴിയും. 3000 കിലോമീറ്റർ ദൂരം വരെ സുഖപ്രദമായ യാത്ര ഉറപ്പാക്കാൻ ഇതിനു സാധിക്കും. നിലവിൽ ലോകത്ത് 16ൽ അധികം എയർലൈനുകൾ ഈ ജെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ വിമാനം HAL ഇന്ത്യയിൽ വെച്ച് പൂർണ്ണമായും മേഡ് ഇൻ ഇന്ത്യ മോഡലിൽ നിർമ്മിക്കും. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സവിശേഷതകൾ, ക്യാബിൻ ഡിസൈൻ, മറ്റു മാറ്റങ്ങൾ എന്നിവയോടെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ജെറ്റ് എത്തുക. HAL വ്യക്തമാക്കുന്നത് ഈ ജെറ്റ് ഇന്ത്യയുടെ ഉഡാൻ പദ്ധതിക്ക് കീഴിലുള്ള പ്രാദേശിക കണക്ടിവിറ്റിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ്. ഇനി പ്രാദേശിക കണക്ടിവിറ്റിയുടെ ഭാഗമായി നമ്മുടെ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഹൈദരാബാദോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടു കണ്ണൂരോ തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ഹ്രസ്വദൂര റൂട്ടുകളിൽ പറക്കുക ഇന്ത്യൻ നിർമ്മിത വിമാനങ്ങളായിരിക്കും. ഈ കരാറിന്റെ വ്യാപ്തി എത്ര വലുതാണ്? ഈ പദ്ധതിയുടെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അതിശയിച്ചു പോകും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വ്യോമയാന മേഖലയ്ക്ക് ഏകദേശം 450 നാരോ ബോഡി ജെറ്റുകൾ ആവശ്യമുണ്ട്. നമ്മുടെ ആഭ്യന്തര റൂട്ടുകൾക്കായി മാത്രം 200 ജെറ്റുകൾ വേണം. നേപ്പാൾ, ശ്രീലങ്ക, മാലിദ്വീപ്, മൗറീഷ്യസ്
തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കുള്ള റൂട്ടുകൾക്കായി 350-ൽ അധികം ജെറ്റുകൾ വേറെയും വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ വിമാനങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ അത് 1 ലക്ഷം കോടി രൂപയിലധികം വരുന്ന ഒരു വലിയ വിപണിയായി മാറും. ഇതാണ് ആകാശത്ത് ഇന്ത്യ ലക്ഷ്യമിടുന്ന മേക്ക് ഇൻ ഇന്ത്യയുടെ സാമ്പത്തിക കാഴ്ചപ്പാട്. SJ-100 ഇന്ത്യയിൽ സാങ്കേതികപരമായ മാറ്റങ്ങൾ എന്തൊക്കെ? SJ ഇന്ത്യൻ പതിപ്പിൽ പ്രധാനപ്പെട്ട സാങ്കേതിക മാറ്റങ്ങൾ HAL വരുത്തുന്നുണ്ട്. എഞ്ചിനിൽ റഷ്യൻ PD-8 എഞ്ചിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഉപയോഗിക്കും. ഭാവിയിൽ HAL GT-REയുമായി ചേർന്ന് സ്വയം നിർമ്മിത എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഏവിയോണിക്സ്, നാവിഗേഷൻ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിസ്റ്റം ഇതിൽ ഉണ്ടാകും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഡിസൈൻ ഇന്ത്യൻ യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സീറ്റിംഗ് ക്രമീകരണങ്ങൾ, AC സിസ്റ്റം, കാറ്ററിംഗ് ഡിസൈൻ എന്നിവ മെച്ചപ്പെടുത്തും. മെയിൻ്റെനൻസ് ഹബ്ബ് ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ MRO മെയിൻ്റെനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ ഹബ്ബായി SJക്ക് വേണ്ടി മാറും. അതായത് വിമാനങ്ങളുടെ നിർമ്മാണവും സർവീസും ഇനി ഇന്ത്യയിൽ തന്നെ. ആർക്കാണ് തിരിച്ചടി? അമേരിക്കയ്ക്കും യൂറോപ്പിനും പാകിസ്ഥാനും. ഇന്ത്യ സ്വന്തമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ആർക്കാണെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ പറക്കുന്ന മിക്ക ജെറ്റുകളും അമേരിക്കയിൽ നിന്നുള്ള ബോയിങ്ങോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള എയർബസോ ആണ്. ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഈ കമ്പനികൾക്ക് ഏകദേശം 100% നിയന്ത്രണമുണ്ട്. HAL UAC പങ്കാളിത്തം ഈ കുത്തക അവസാനിപ്പിക്കും. ഇന്ത്യ ഇനി വെറുമൊരു വാങ്ങുന്നയാൾ മാത്രമല്ല, ഉൽപാദകനും കൂടിയാകും. ഇന്ത്യ സ്വന്തമായി യാത്രാ വിമാനം നിർമ്മിക്കുന്നു എന്ന വാർത്ത കേട്ട് പാകിസ്ഥാനി വാർത്താ ചാനലുകളിൽ വലിയ കോളിളക്കമുണ്ടായി. സ്വന്തം എയർലൈനായ PIA പോലും കടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുകയാണ്. പാകിസ്ഥാന്റെ വിമാനങ്ങൾ കടത്തിൽ മുങ്ങുമ്പോൾ ഇന്ത്യ ഒരു സ്വന്തമായി വിമാന നിർമ്മാണ രാജ്യമായി മാറുകയാണ്. ഈ കരാറ് കേവലം സാങ്കേതികമായ ഒരു ഇടപാടല്ല, സ്വയം പര്യാപ്തതയുടെ ഒരു വലിയ വിമാനയാത്രയാണ്. ഡിസൈനിങ്, പ്രൊഡക്ഷൻ, അസംബ്ലി, ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ എല്ലാം ഇനി ബാംഗ്ലൂരിലെ HAL കോംപ്ലക്സിലെ ഒരൊറ്റ മേൽക്കൂരയുടെ കീഴിൽ നടക്കും. ഈ പദ്ധതി ആയിരക്കണക്കിന് എഞ്ചിനീയർമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും യുവാക്കൾക്കും മാത്രമല്ല, വിമാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന എയർ ഹോസ്റ്റസുമാർ, ക്രൂ അംഗങ്ങൾ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് വൻതോതിൽ തൊഴിലവസരങ്ങൾ നൽകും. സ്വകാര്യ മേഖലയ്ക്ക് പുതിയ കരാറുകൾ ലഭിക്കും. ഇന്ത്യയുടെ വ്യോമയാന മേഖല സ്വയം പര്യാപ്തമാകും. ഈ പദ്ധതിക്ക് ശേഷം ഇന്ത്യ ഏഷ്യയുടെ ഏവിയേഷൻ ഹബ്ബായി മാറിയേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഭാവിയിൽ ദുബായിയുടെയും സിംഗപ്പൂരിൻ്റെയും ആകാശത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ പറക്കുന്ന ദിവസം വിദൂരമല്ല. ഇതുവരെ വിദേശ കമ്പനികളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്തിരുന്ന പ്രവാസികൾക്ക് ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങളിൽ പറന്ന് സ്വന്തം നാട്ടിലെത്താം. ഈ നേട്ടം ലോകമെമ്പാടുമുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ഒപ്പം ഇന്ത്യൻ പുതുതലമുറയുടെ ടാലന്റിന് ലോകമെമ്പാടും ലഭിക്കുന്ന അംഗീകാരമായി ഇതിനെ കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബ്രഹ്മോസ് മിസൈലിൻ്റെ ഉദാഹരണത്തോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യയുടെയും റഷ്യയുടെയും ഈ പങ്കാളിത്തം വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒരുമിച്ച് ഏറ്റവും വലിയ പ്രഹരം നൽകാൻ ഇന്ത്യയും റഷ്യയും ഒരുങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കത് അറിയാൻ അതീവ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യുക. ഈ വാർത്ത നമ്മുടെ രാജ്യസ്നേഹികളായ ഓരോ പൗരനും, പ്രത്യേകിച്ച് NRI സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരേപോലെ അഭിമാനകരമാണ്. അതുപോലെ രാജ്യത്തിൻ്റെ ഭാവി സ്വപ്നം കാണുന്ന ഏവിയേഷൻ വിദ്യാർത്ഥികൾക്കും ഈ വിവരം ഏറെ പ്രചോദനമാകും. അതിനാൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ടെലിഗ്രാം, X,
ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ.